ഗൈസ്, ഇന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിലുള്ള ഒരു മീൻപിടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാവരും പോയി. അപ്പം നാട്ടിലേക്ക് ഞങ്ങൾ വന്നതാണ്. അത് കാരണം പിന്നെ വീട്ടിലുള്ളവർ എന്നാൽ നമുക്ക് മീൻപിടിപ്പാറയിലേക്ക് പോകാൻ, ചൂട് കൂടുതലല്ലേ, അതുകൊണ്ട് നമുക്ക് കുളിക്കാനും കാണാനും പറ്റിയ ചെറിയൊരു സ്ഥലം. 10 രൂപ ടിക്കറ്റേ ഉള്ളൂ. ദാണ്ട പാലം കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പാലമാണ്. അവർ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്, കയറൊക്കെ ഇട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കാണാനും അത്ര മനോഹരമാണ്. എല്ലാവരും അതിലൊന്ന് കയറി ഒന്ന് രസിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി കയറുകയും, ഇതെൻ്റെ ചേട്ടത്തിയാണ്. പിന്നെ അങ്ങനെ ചേട്ടത്തിയും ഇതിനകത്ത് കയറി നല്ല നടക്കുവാണ്, നടന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും, കാണികൾക്കും നമുക്ക് ഈ പാലത്തിൽ കയറി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ വരുന്നവരൊക്കെ ഇതിൽ കയറുകയും ഫോട്ടോ എടുക്കുകയും, അപ്പുറത്തേക്ക് അക്കരെ സൈഡും ഉണ്ട്, പക്ഷേ അത് നമ്മളങ്ങോട്ട് ഇറങ്ങിയില്ല. കാര്യം ഇനി വഴുക്കലൊക്കെ ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഇതും എൻ്റെ ഒരു ചേട്ടത്തിയാണ്. അപ്പം ഞങ്ങൾ 3 ചേട്ടത്തിയും മോളും കൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ചേട്ടത്തിയുടെ മോനും. അങ്ങനെ അപ്പോൾ ഊഞ്ഞാലിടുന്ന സ്ഥലം കണ്ടു. അപ്പം ഞങ്ങൾ ഉടനെ എന്നാൽ ശരി എല്ലാവരും കൂടെ കയറിയിരുന്ന് ഊഞ്ഞാലാടാന്ന് പറഞ്ഞപ്പോൾ 2 ഊഞ്ഞാലേ ഉള്ളൂ. 2 പേരെ അവിടെ നിർത്തിയിട്ട് 2 പേര് ഊഞ്ഞാലാടി. അടുത്തത് മോൾ ഊഞ്ഞാലാടുകയാണ്. അങ്ങനെ മോളും ഊഞ്ഞാലാടി. അങ്ങനെ ഞങ്ങളെല്ലാവരും രസിച്ചു. അതുപോലെ വരുന്നവരെല്ലാവരും രസിക്കുന്നുണ്ട്. പിന്നെ ഈ മീൻപിടിപ്പാറയെന്ന് പറയുന്ന സ്ഥലം വന്നിട്ട് മീനുകൾ, കൊച്ചു കൊച്ചു മീനുകളാണ്. ചെറിയ നല്ലൊരു അരുവിയാണ് അത്. വരുന്ന വഴിക്ക് തന്നെ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളവും നല്ല കുളിർ കാറ്റും, പാറയുടെ മുകളിൽ കൂടി ഒഴുകുന്നതായ ആ വെള്ളം നല്ല തണുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ചൂട് സമയത്ത് കുളിക്കാനും പ്രകൃതിയും കാണാൻ അത്ര ഭംഗിയാണ്. ഇതാണ്ട് നമ്മളപ്പോൾ ആ പാറപ്പുറത്തൂടെ ഇറങ്ങി അവിടെ ഇരുന്നു. ഉണ്ട്, മീനും കണ്ടില്ലേ, ആൾക്കാരും ഉണ്ട്. ചെറിയ കൊച്ചുങ്ങൾക്ക് വരെയും കുളിക്കാം. പക്ഷേ അതിൽ നിന്നും ഒഴുകി ഒന്നും പോകത്തൊന്നുമില്ല. അതേപോലുള്ള സെറ്റിങ്സാണ്. പിന്നെ നമ്മൾ നടന്ന് ചുറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കൂടെ പാലം ഇട്ടിട്ടുണ്ട്. ചുറ്റിനും 2 സൈഡിലും അരുവികളും പിന്നെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. കാടാണ്. അപ്പോൾ ആ മേളിലോട്ടൊക്കെ കാടാണ്. ആ ഭാഗം ഇപ്പുറവും കാണാൻ അതിമനോഹരമാണ്. കാടുകൾ കുറച്ച് ചൂട് കൊണ്ടിട്ട് കത്തിപ്പോയ രീതിയിലും കാണാം നമുക്ക്. അപ്പോൾ എൻഡ് വരെ നമ്മൾ നടന്നു, അത്ര തന്നെ. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരികയും നമ്മൾ അതിന് ശേഷം വന്ന് നല്ല തീ കത്തിപ്പോയ ഒരു മരവും അവിടെ ഉണ്ട്, ഒരു പന. അപ്പോൾ ആ പനയും കാണാൻ നല്ലതാണ്. ഭക്ഷണവും കഴിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.